ജനകീയ പിന്തുണ അത് വി ഡി സതീശന് ലഭിക്കുന്നു. എന്നാൽ MLA-മാരുടെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ KC വേണുഗോപാലിനും ലഭിക്കുന്നു. അങ്ങനെ സങ്കീർണമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ജനപിന്തുണയ്ക്ക് കൂടുതൽ പരിഗണന കൊടുക്കണമെന്നുള്ള ആലോചന ഹൈക്കമാൻഡിന് ഉണ്ടായിരിക്കുന്നു. സ്വയം പിൻവാങ്ങാൻ KCക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന മട്ടിലുള്ള വാർത്തകൾ, അത്തരത്തിലുള്ള ആലോചനയിലേക്ക് ഹൈക്കമാൻഡ് പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. ശരത്ലാലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി. ശരത്ലാൽ, ഈ MLA-മാരെ കൂടി കാര്യങ്ങൾ ആ മട്ടിൽ ബോധിപ്പിക്കുന്ന തരത്തിൽ വേണ്ട ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും? ഇപ്പോൾ KC വേണുഗോപാലിനോട് ഇത്തരത്തിൽ ഈ നിർദ്ദേശം നൽകണമെങ്കിൽ അത് ആരായിരിക്കും നൽകുക ഹൈക്കമാൻഡിൽ നിന്ന്? അങ്ങനെ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഹർഷൻ, അതുകൊണ്ട് തന്നെയാണ്, കാരണം ഹൈക്കമാൻഡിൽ ജയറാം രമേശാണ് ഇത് സംബന്ധിച്ച ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഇതിലൊരു കണ്ടസ്റ്റൻ്റാണ് KC വേണുഗോപാൽ ആയതുകൊണ്ട് നിരീക്ഷകർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് താൽക്കാലിക ചുമതല കേരള കാര്യത്തിൽ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് കേരളത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനം അല്ലെങ്കിൽ ഈ ചർച്ചകൾ പങ്കാളിയാവുന്നത് ജയറാം രമേശാണ്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഖാർഗെയുമായി ചർച്ച നടത്തുമ്പോഴും ഇദ്ദേഹം ജയറാം രമേശ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും ജയറാം ാണ് ഇത്തരമൊരു കാര്യങ്ങളിലേക്ക് KCയോട് ഇക്കാര്യങ്ങൾ ഈ പൊതു അഭിപ്രായങ്ങളോട് സംബന്ധിച്ച് ഒരു മാറി നിൽക്കാൻ അല്ലെങ്കിൽ സമ്മർദ്ദം സ്വയം ഇക്കാര്യത്തോട് തീരുമാനമെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു സന്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും KC വേണുഗോപാൽ ഇന്നലെയും ഇന്നും തൻ്റെ വസതിയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹം ഈ ചർച്ചകളിൽ ഒന്നും പങ്കാളിയല്ല. അദ്ദേഹത്തിൻ്റെ ലോധി റോഡ് 52ാമത്തെ വസതിയിൽ തന്നെ അദ്ദേഹം ഇന്നലെ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ഇന്നും ഇതുവരെ അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ചർച്ചകളിലൊക്കെ തന്നെ പ്രധാനമായിട്ടും ഇപ്പോൾ നടക്കുന്നത് KC വേണുഗോപാൽ ഇല്ലാതെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരം. ഏതായാലും നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് ഇതിൽ നിർണായക തീരുമാനമെടുക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അതോടൊപ്പം തന്നെ അതിൽ വളരെ വ്യക്തമായ തൻ്റെ നിലപാട് പറയുമെന്ന് പ്രിയങ്ക ഗാന്ധിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലുള്ള MP ആണ് പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പ്രിയങ്കയുടെ നിലപാട് എന്തായിരിക്കും എന്നത് വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. KCക്ക് MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണയുണ്ടെങ്കിൽ പോലും അത് ഒരു ജനകീയമായൊരു കാര്യമ്പോൾ VD സതീശന് ന്യായമായൊരു അവസരം നൽകേണ്ട കാര്യങ്ങളിലേക്ക് അത്തരമൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഞാൻ ശരത്ത് തിരിച്ചു വരാം. ഇപ്പോൾ ഈ ബിനിൽ ലില്ലാ സാബു കൂടി ചേരുന്നുണ്ട്. ബിനിൽ, ഈ സാഹചര്യങ്ങൾ VD സതീശന് അനുകൂലമാക്കാൻ ഡൽഹിയിൽ കേരളത്തിൽ നടന്ന നീക്കങ്ങൾ ഏത് തരത്തിലാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ഹർഷൻ, ഭൂരിപക്ഷ പിന്തുണ KCക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പൊതുവികാരം 5 വർഷം നയിച്ചത് VD സതീശനാണ് എന്ന് തന്നെയാണ് ഒരു പൊതുവികാരമുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി അദ്ദേഹത്തിന് പിന്തുണ നൽകണമെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരിൽ അങ്ങനെ ഒരു വികാരമുണ്ട്. തലസ്ഥാനത്തടക്കം പലയിടത്തും ഈ ഫ്ലെക്സി യുദ്ധം നമ്മൾ കണ്ടതാണ്. VD സതീശന് അനുകൂലമായി ഇപ്പോൾ ഈ KC വരികയാണെങ്കിൽ മത്സരിക്കാനിരിക്കുന്ന ഇരിക്കൂറിൽ ശ്രീകണ്ഠാപുരത്ത് അടക്കം VD സതീശന് അനുകൂലമായ ഫ്ലെക്സുകൾ വരുന്നു. മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് താഴെ വരുന്ന കമന്റുകൾ മുഴുവൻ VD സതീശന് അനുകൂലമായി തന്നെയാണ്. അതോടൊപ്പം തന്നെ പരസ്യമായി പ്രകടനത്തിലേക്ക് പോകാൻ തന്നെ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു. ഇന്ന് തലസ്ഥാനത്ത് അങ്ങനെ തീരുമാനം KCയിലേക്ക് പോവുകയാണെങ്കിൽ പരസ്യമായി ഇവിടെ പാളയത്ത് പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചു, പെരുമാതുറയിൽ പരസ്യ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചു, ആലുബയിൽ അത്തരത്തിൽ മൈക്ക് അനൗൺസ്മെന്റ് വന്നു. അങ്ങനെ ഒരു നീക്കമാണ് ഈ അണികളിൽ നിന്നുമുണ്ടായത്. ആകെ MLA-മാരുടെ പിന്തുണ പരിശോധിച്ചത് 49 MLA-മാരും പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനെയാണ്. അതിന് ചിത്രങ്ങളടക്കം നേരത്തെ മുകുൾ വാസ്നികിന്റെ കയ്യിലുള്ള ആ പട്ടികയുടെ ചിത്രങ്ങളടക്കം പുറത്തേക്ക് വന്നതാണ്. പ്രധാനപ്പെട്ട നേതാവ് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം പിന്തുണച്ചത് KC വേണുഗോപാലിനെയാണ്. അങ്ങനെ ഒരു നീക്കമാണ് നടന്നത്. പക്ഷേ അണികളിൽ ഒരു പൊതുവികാരം ഉണ്ടായിരുന്നു. വരേണ്ടത് VD സതീശനാണ്. അദ്ദേഹമാണ് 5 വർഷം നയിച്ചത്. മാത്രമല്ല പുതിയ യാത്രകളൊക്കെ നടത്തി. ആ സമയത്ത് പോലും 100 സീറ്റുകളിലേക്ക് ലഭിച്ച് UDF അധികാരത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. രാഷ്ട്രീയ വനവാസം എന്ന നിലപാട് പ്രഖ്യാപിക്കുന്നു. അതൊക്കെ നോക്കിയാൽ പ്രത്യേകിച്ച് ഇന്നലെ ഘടകകക്ഷികളെയൊക്കെ നിരീക്ഷകർ കണ്ടിരുന്നു. അപ്പോഴും ലീഗ് അടക്കം നിലപാടെടുത്തത് അത് VD സതീശന് അനുകൂലമായാണ്. എന്തായാലും നിർണായക യോഗം ഡൽഹിയിൽ തുടരുകയാണ്. അത് VD സതീശനിലേക്ക് അനുകൂലമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബിനിൽ ലീലാ സാബുവാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ശരത്ലാലാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.